വെൽക്കം ബാക്ക് ടു മൈ ഡെസേർട്ട് സഫാരി വ്ളോഗ്സ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു 1 hour ഡ്യൂൺ ഡാഷിംഗ് ഒക്കെ കഴിഞ്ഞു ക്ഷീണിച്ച് തറന്ന് ഞങ്ങൾ അവസാനം ഡെസേർട്ട് ക്യാമ്പിലെത്തി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഹോണസ്റ്റ്ലി ഇറ്റ് വാസ് മോർ ദാൻ ഐ എക്സ്പെക്ട്. അവിടുത്തെ സെറ്റപ്പും ലൈറ്റ്സും എനർജിയും മ്യൂസിക്കും എല്ലാം ഇറ്റ് മെയ്ഡ് എവറിത്തിങ് സോ അലൈവ്. ഒത്തിരി വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ അവരെ വെൽക്കം ചെയ്തത്. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് ഒരു ഹെർബൽ ടീയാണ്. ആ ചായയും കുടിച്ച് കുറച്ചു നേരം അവിടെ ഒരു ടെന്റിൽ നിന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ഞാൻ നേരെ വിട്ടു ഒരു ക്യാമൽ റൈഡിന്. ഞാൻ ആദ്യമായിട്ടോ ക്യാമൽ റൈഡിങ്ങിന് പോകുന്നത്. ക്യാമലിന്റെ സൈസ് ഒക്കെ അത്യാവശ്യം വലുതാണെങ്കിലും ഞാൻ വിചാരിച്ചതിനൊക്കെ എളുപ്പമായിരുന്നു അതിന്റെ മുകളിലേക്ക് എനിക്ക് കയറാൻ. പക്ഷെ അത് എഴുന്നേറ്റ് നിന്നപ്പോ ആദ്യം ബാക്കിലെ കാലുകൾ മാത്രം പൊക്കി വെച്ചിട്ട് പിന്നെ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലെ ലെഗ്സ് വെച്ചത്. ആ സമയത്ത് ഞാൻ ഉറപ്പായിട്ട് അതുമേന്ന് തലയും കുത്തി നിലത്ത് കിടക്കുന്നു വിചാരിച്ചു. ക്യാമല് ഭയങ്കര സ്ലോ ഒക്കെ ആയിട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിലും ഭയങ്കര ബമ്പിയായിരുന്നു. പയ്യെ ഇങ്ങനെ ആടിയൊക്കെ ആ കാറ്റത്ത് പോവാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എന്റെ ഫസ്റ്റ് ടൈം ക്യാമൽ റൈഡിങ് എക്സ്പീരിയൻസ് എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ക്യാമലിന്റെ മുഖത്തുള്ള ആ കുഞ്ഞ റൈഡൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വിട്ടത് ഒരു അറബിക് കോസ്റ്റ്യൂം ട്രൈ ചെയ്യാനാണ്. നേരെ പോയി മെഹന്തി ഇടാനായിട്ട്. കാര്യം പലതവണ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതെപ്പോഴും ഒരു നൊസ്റ്റാൾജിക് അനുഭവം തന്നെയാണ്. മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു സംശയം, മലയാളിയാണോ നിങ്ങള്? മലയാളി. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂര്. ഇത്രയൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങിയായിരുന്നു. പക്ഷെ ഡെസേർട്ട് സഫാരി വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.